ഇതാണ് നമ്മുടെ പുറത്തോട്ടുള്ള ലൈറ്റിൻ്റെ സ്വിച്ച്. ലൈറ്റ് ഇപ്പം ഇതാണ് സ്വിച്ച്. ഇവിടെയും ഉണ്ട് ഇത് അതൊന്ന് ഓണാക്കിയാൽ ഇത്രയൊക്കെ എനിക്ക് കാണിച്ചു തരേണ്ട ഈ അവസ്ഥ എൻ്റെ മക്കളായിട്ടോ എനിക്ക് ഉണ്ടാക്കി തന്നതാണ്. ഇത് കുടുംബ പ്രശ്നങ്ങൾ പബ്ലിക് ആക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ്. അത്തരത്തിലൊരു സംഭവമാണ് വീണ്ടും നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. VR&Love എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനകത്ത് കുറച്ച് ദിവസമായിട്ട് കുറച്ച് വീഡിയോസ് ഇങ്ങനെ നടന്ന് കറങ്ങുന്നുണ്ട്. അതായത് പണ്ട് നടന്ന കുറച്ച് കുടുംബ പ്രശ്നങ്ങൾ ഇപ്പോഴും എടുത്തു വെച്ചിട്ട് സംസാരിക്കുവാണ്. അതായത് ഈ പ്രവീൺ പ്രണവിന്റെ കേസ് വന്ന സമയത്ത് അതും കൂടി ഇതിനകത്ത് വലിച്ചഴച്ചിട്ട് ചുമ്മാ കണ്ടന്റിന് വേണ്ടിയിട്ട് വീണ്ടും ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. നിങ്ങൾ ആലോചിച്ചോണം, കുറെ നാൾക്ക് മുന്നേ നടന്നതാണ്. കുറെ നാൾക്ക് മുന്നേ നടന്നെന്ന് വെച്ച് കഴിഞ്ഞാലും ഈ സ്വന്തം കുടുംബക്കാര്യം കൊണ്ടുവന്നിട്ട് പബ്ലിക്കിലിടാൻ ഇവരൊന്നും നാണോ മാനോ ഇല്ലേ? ഞാൻ അങ്ങനെ തന്നെ പറയത്തുള്ളൂ. ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന എല്ലാവരുടെ അടുത്തും പറയുന്ന ഒരു കാര്യമാണ്, എന്തിനാണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ പബ്ലിക്കിൽ കാണിക്കുന്നത്? അതായത് നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം എന്തിനാണ് കാണിക്കുന്നത്? അറ്റ്ലീസ്റ്റ് അതെങ്കിലും നിങ്ങൾ കാണിക്കാതിരിക്കുക. ഈ പ്രവീണിന്റെ കേസിൽ തന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞൊരു കാര്യമാണ്, എന്തിനാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്ത് പബ്ലിക്കിൽ കൊണ്ടുവന്ന് കാണിക്കുന്നതെന്ന്. കാര്യം അത് തന്നെ തെറ്റാണ്. അത് ഇവർക്ക് തന്നെയാണ് അതെല്ലാം ദോഷം ചെയ്യുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഏത് രീതി റിയാക്ട് ചെയ്യുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, ഇത് ഇവരുടെ ലൈഫ് ലോങ് ഇവർ എന്ത് വീഡിയോ ഇട്ടാലും ഇവരുടെ താഴെ കമന്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു വിഷയങ്ങളും പറഞ്ഞ് വീണ്ടും ഇവരെ ട്രിഗർ ചെയ്തുകൊണ്ടേയിരിക്കും. എന്തായാലും നമുക്ക് ഈ VR&Love എന്ന് പറയുന്ന ആ ഒരു ഫാമിലിയുടെ കുറച്ച് നാടകങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. അമ്മ ഫസ്റ്റ് കട്ടണിലൂടെ നോക്കി ഞാൻ ആദ്യം തന്നെ പറയുന്നുണ്ട്, ആ ബെല്ലടിച്ചപ്പോഴത്തേക്കും ചോദിച്ചു ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്പുവാന്ന് പറഞ്ഞു. അപ്പം എന്നാ വന്നേന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ ഞാൻ വീഡിയോ എന്തിനാ വന്നേന്ന് അപ്പൊ ഞാൻ വീഡിയോ കട്ട് ചെയ്തു. എന്നത്തിനാ വരണ്ട? ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല, എനിക്ക് കുഞ്ഞുസിനെ അംഗീകരിക്കാനും പറ്റത്തില്ല. അത് സാരമില്ലെന്നല്ല, കാര്യം പറയാം. നീ കഴിഞ്ഞ പ്രാവശ്യം കൂടെ വന്നിട്ട് ഞാൻ അത്രയും മഹാമോശം ഉണ്ടായതൊക്കെ തോന്നുന്നു കൊച്ചിനെ കാണിക്കാണ്ട് പോയി, മലയാളത്തിനെ പോലും കാണിക്കാണ്ട് പോയി. ഞാൻ നിന്നെ പീഡിപ്പിക്കും, നിന്നെ കൊല്ലു എന്ന് പറഞ്ഞ് നിങ്ങൾ പബ്ലിക്കിന്റെ മുമ്പിലെല്ലാം വീഡിയോ ഇട്ടിട്ടുണ്ടോ? അതെ ചെയ്തു, ഇതെല്ലാം ചെയ്തു. പിന്നെ കൊണ്ട് ആശുപത്രി കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞ ആ ദിവസം നീ വൈകിട്ട് നിന്റെ തലയിലോട്ട് ഇതെടുത്ത് വെച്ചോണ്ടിരിക്കെ, അടുപ്പുകല്ല് നീ തലയിലോട്ട് വെച്ചോണ്ടിരിക്കുക. എന്തിനാ അമ്മയുടെ അടുത്ത് അവള് പറഞ്ഞു അല്ലെ? അമ്മയുടെ അടുത്ത് അവള് പറഞ്ഞു അല്ലേ? ഇത്രയും നോണ പറയുന്ന ഒരു സ്ത്രീയെ പപ്പ എങ്ങനെയുണ്ട്? പപ്പ കടയിൽ പോയ എങ്ങനെ? പപ്പ ഈ പപ്പ കടയിൽ പോയ അല്ല കടയിൽ പോയ ഈ വ്യക്തി കണ്ട ഇതാണ് തടങ്കില് കുഞ്ഞിരിക്കുന്നു. എടുത്ത് നിലത്തോട്ട് ഒറ്റയടി. അപ്പൊ നമ്മുടെ കുഞ്ഞെടുത്തിരിക്കുക, അത് പൊട്ടിയിട്ടുണ്ട്. ആ ഗ്ലാസ് ടേബിള് പൊട്ടി. ആ ഗ്ലാസ് ടേബിൾ ശരിക്കും പൊട്ടി പോവായിരുന്നെങ്കിൽ കുഞ്ഞിന് ദേഹത്ത് പോകാം. അപ്പൊ പെട്ടെന്ന് എടുത്തു. അപ്പോഴാണ് വിഷയം രൂക്ഷമായി കൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ പുള്ളിക്കാരൻ കൊണ്ടുപോയിട്ട് ഫോണാ ഇതിന്റെ ഫ്രിഡ്ജിന്റെ ഒരു വിചാരത്തിലാണ് അതിലെടുത്തത്. പക്ഷെ എടുത്തുന്നില്ല. എന്തുകൊണ്ടാണ് ഈ സത്യം പറയുന്നത് കാണിക്കുന്നത്? എന്തുകൊണ്ട് ഇവരുടെയൊക്കെ ഉദ്ദേശം? അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടിയുണ്ടാക്കുന്ന എടുത്ത് വെച്ച് പബ്ലിക്കിലിടുക. പ്രത്യേകിച്ച് ഈ അമ്മയെ പറ്റിയിട്ടും അച്ഛനെ പറ്റിയിട്ടും വന്നിരുന്ന് ലിറ്ററലി കുറ്റം പറയണം ഈ പറയുന്നൊരു വ്യക്തി. ഞാൻ ഈ പയ്യന്റെ ചാനൽസ് എടുത്ത് നോക്കാൻ നേരത്ത് അതിനകത്ത് ഏകദേശം 7.5 ലക്ഷം അടുപ്പിച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ആ ഒരു ചാനലിനകത്ത് ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ വീണ്ടും ഇങ്ങനെ ചർച്ചയാവുന്നതെന്ന് പറയുന്നത് ഭയങ്കര ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അച്ഛൻ അതിന്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കുന്നു, അമ്മ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. എന്തൊക്കെയാണ് കാണിക്കുന്നത്? ഇതിന്റെ ഒരു വ്യക്തമായിട്ടൊരു എക്സ്പ്ലനേഷൻ ഒക്കെ ഉണ്ട് ഈ ഒരു അമ്മയുടെ ഭാഗത്ത് നിന്ന്. ഇതൊന്നും അല്ല സത്യം എന്നൊക്കെയുള്ള രീതിയിൽ. ഇപ്പൊ ഈ ഒരു പയ്യൻ ഇതിപ്പം നിരന്തരം ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഓരോന്ന് പറയുവാണ്. പെങ്ങളെ പറ്റി ഓരോ കുറ്റങ്ങളൊക്കെ പറയുന്നു, എന്തൊക്കെയോ അവിഹിതത്തിനെ പറ്റി സംസാരിക്കുന്നു. ഇവനൊന്നും ഒരു നാണോമാനും ഇല്ലേടി. ഈ സ്വന്തം പേഴ്സണൽ ലൈഫാണെന്നും കൂടെ ആലോചിക്കുക. നാട്ടുകാരുടെ മുന്നിലെടുത്ത് വെച്ചിട്ട് ചർച്ച ചെയ്യാൻ ഒരു അവസരം കൊണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, ഇതിപ്പാരും ഒരു നാണം കെട്ടൊരു പരിപാടിയില്ല. എന്നിട്ട് അത് വെച്ചിട്ട് കാശുണ്ടാക്കുന്നതിനകത്ത് ആർക്കും കുഴപ്പമില്ല. അതായത് ഈ ബാക്കിയുള്ളവന്റെ കുടുംബത്തിൽ എന്ത് നടക്കുന്നു എന്ന് നോക്കി നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള കുറച്ച് മാനസിക രോഗികളാണ് ഈ ഒരു സാധനമൊക്കെ ചെന്നിരുന്ന് കാണുന്നത്, എന്നിട്ട് ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. പൊക്കി എടുത്തു കൈ പിടിച്ച് എണ്ണിക്കെന്ന് പറഞ്ഞ പിടിച്ച് പൊക്കി എണ്ണിച്ച് പൊക്കി എടുത്ത ആടെ വീഡിയോയിൽ നേരെ അമ്മ സംസാരിക്കുന്ന സംസാരമാണ്. ഇവളെന്റെ ഇത് കൊങ്ങയ്ക്ക് പിടിച്ച് ഞെക്കി
ഞാൻ എന്നിട്ട് എടുത്ത് തുറക്കൂ കഥവ് തുറക്കൂ. അപ്പുവാ. അമ്മ ഫസ്റ്റ് കട്ടനിലൂടെ നോക്കി ആരാ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ട് ബെല്ലടിച്ചപ്പോഴത്തേക്കും ചോദിച്ചു ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്പുവാന്ന് പറഞ്ഞു. അപ്പം എന്നാ വന്നേന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ ഞാൻ വീഡിയോ എന്തിനാ വന്നേന്ന് അപ്പൊ ഞാൻ വീഡിയോ കട്ട് ചെയ്തു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തിനാ വന്നു ചോദിച്ചോ. പിന്നെ രണ്ടാമത്തെ പറയാണ് ചെയ്തത്. പിന്നീടുള്ള പ്രവൃത്തി കട്ട മാറ്റി നോക്കി. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കട്ട ഫുൾ മാറ്റിയിട്ടു. ഒരു തുള്ളി പോലും അത്ര കാണുന്നു. എന്തോ ചെയ്യുന്നതെന്ന് പോലും നമുക്കൊന്നും മനസ്സിലായി. അതെ, അപ്പോഴാണ് പറയാണ്. അതായത് ആ ബെല്ലടിക്കുന്ന ആ ഒരു ടൈമില് ആണ് ബെല്ലടിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോയ്ക്ക്. ഉണ്ട് ബെല്ലടിക്കുന്നുണ്ട്. കുറെ നാൾക്ക് മുന്നേ നടന്ന ഇഷ്യൂസ് ആണ് ഇതെല്ലാം. ഈ പുള്ളിക്കാരൻ എന്താ ചെയ്തത്, പ്രവീണിന്റെ ആ ഒരു ഇഷ്യൂസ് ഉണ്ടല്ലോ, ആ ഒരു വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ട് തന്നെ നൈസായിട്ട് ഈ ഒരു വിഷയങ്ങൾ ഇതിനകത്ത് കുത്തിക്കയറ്റി ഓരോന്ന് എടുത്ത് വെച്ച് കാണിച്ച്. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രവീൺ പ്രണവിന്റെ കേസ് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ വന്നിരുന്ന് കാണും അല്ലേ. ആ ഒരു സംഭവം ഇവ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ ആലോചിച്ചോളാം. ഇവന്റെയൊക്കെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം വീട്ടിലെ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് പബ്ലിക്കിൽ ഇട്ട് കൊടുത്തിട്ട് അതെടുത്ത് വീണ്ടും കൊട്ടിഘോഷിക്കുന്ന ഒരു വലിയ സംഭവമായിട്ട് ഈ ടീമുള്ള കാണുന്നത്. അതായത് പ്രശ്നങ്ങൾ പറഞ്ഞ് തീർത്ത വിഷയങ്ങളായിരിക്കാം. മേ ബി എനിക്ക് തോന്നുന്നു ഇതൊക്കെ പറഞ്ഞ് തീർത്ത വിഷയങ്ങളൊക്കെ തന്നെയാണ് ഈ പുള്ളി വീണ്ടും എടുത്ത് വെച്ചിട്ട് കുത്തിപ്പൊക്കി സംസാരിക്കുന്നത്. ഇനി നിങ്ങൾ ഈ കണ്ട വീഡിയോസിനകത്തൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു അമ്മ തന്നെ അതിന് വന്നൊരു എക്സ്പ്ലനേഷൻ അങ്ങ് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്താണ് ശരിക്കും അവിടെ നടന്നതെന്ന് സംഭവിച്ചതെന്നൊക്കെ ഉള്ള രീതിയിൽ. അതും കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലാഹ കുഞ്ഞിനെയും കൊണ്ട് വന്നപ്പോൾ ഞങ്ങൾ ലൈറ്റ് ഓഫാക്കി, നിങ്ങൾ ദുഷ്ടയാണോ ക്രൂരയാണോ ഇതൊക്കെ ചോദിച്ച് കുറേ കമന്റ്സ്. ഇതൊന്നും എനിക്ക്, കാരണം ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ എനിക്ക് വിഷമിച്ചാൽ മതി. ഇത് 1 വേ സ്വിച്ച് ആണോ എന്ന് ചോദിച്ചു, അല്ല സോറി, ഇത് 2 വേ സ്വിച്ച് എന്ന് പറഞ്ഞാൽ എന്നാന്ന് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. ഇത് ലൈറ്റ് പുറത്ത് ഓഫ് ആണെന്ന് ഓർത്താണ് അത് ശരിക്കും പറഞ്ഞ ചേട്ടായി ആണല്ലേ അത് ഓണാക്കിയതോ. അത് ഞാനല്ല, ചേട്ടായി ആണ് ഓണാക്കിയത്. ആരാന്ന് ചേട്ടായി കാണത്തില്ല, കാരണം അപ്പുറത്തും ഇപ്പുറത്തും ഒരേ മോണക്ക് കിടക്കുന്നുണ്ട്. അത് തന്നെയല്ല നമ്മുടെ കർട്ടനും ടിവിയും പ്രത്യേക ഒരു ഇതാണ്. TV സ്റ്റാൻഡ് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് കർട്ടൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ ഒന്നും പറ്റത്തില്ല. പുറത്ത് നിൽക്കുന്ന ആരാണെന്ന് നമുക്ക് കാണാനോ പറക്കാനോ ഒന്നും പറ്റത്തില്ല. ഇന്നെന്റെ മരുമകള് നല്ല വ്യക്തമായിട്ട് ഇരുന്ന് പറയുന്നത് കിട്ടും, അമ്മ കർട്ടൻ മാറ്റി എങ്ങനെ ഇങ്ങനെയൊക്കെ. അല്ല, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മുടെ വീഡിയോസ്, പഴയ വീഡിയോസിനകത്ത് എല്ലാം ഈ ടിവിയുടെ, ഞാൻ അവിടെ നിന്നായിരിക്കും ഇൻട്രോ എടുക്കുന്നത്. അപ്പൊ ഇതാണ് ഞാൻ എടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമോ, TV സ്റ്റാൻഡ് എന്തേരം ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്ന ഈ ബോക്സും എല്ലാം സെറ്റാക്കി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് വിവരമുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാവും. പറഞ്ഞു ഫലിപ്പിക്കാനും ദയനീയമായിട്ട് അഭിനയിക്കാനും നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു പെൺകുഞ്ഞാണ്. കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇവർ ഈ 2 പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ വന്നിട്ടില്ല. ആരാക്കിയാ വന്നേ ഭാര്യയും. അവന് എവിടെയോ ഒരു ശകലം സ്നേഹം ഉണ്ട് ഞങ്ങളോട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ടായിരിക്കും അവൻ ഇവിടെ വരണമെന്ന് തോന്നുന്നത്. പക്ഷെ ഈ പ്രാവശ്യത്തെ സ്നേഹം ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു കാര്യം കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ TV സ്റ്റാൻഡും കർട്ടനും കാര്യങ്ങളും എല്ലാം ഇരിക്കുന്നത്, വിളക്ക് കത്തിക്കുന്നതും എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കേക്ക്. ഇതാണ് നമ്മുടെ പുറത്തോട്ടുള്ള ലൈറ്റിന്റെ സ്വിച്ച്. ലൈറ്റ് ഇപ്പം ഇതാണ് സ്വിച്ച്. അത് തന്നെ നമുക്ക് ഇതേണ്ട ഇവിടെയും ഉണ്ട്. ഇത് അതൊന്ന് ഓണാക്കിയാൽ കണ്ടോ, ലൈറ്റ് ഓണായി. അത് ഞാനിവിടെ ഓഫാക്കിയ ഇതാണ്ടേ ലൈറ്റ് കിട്ടും. ഇത്രയൊക്കെ എനിക്ക് കാണിച്ചു തരേണ്ട അവസ്ഥ എൻ്റെ മക്കളായിട്ടോ എനിക്ക് ഉണ്ടാക്കി തന്നതാണ്. ഇതാണ് നമ്മുടെ പുറത്തെ ലൈറ്റ്. ഇപ്പം നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇവിടെ ഇങ്ങനെയാണ് നമ്മുടെ കർട്ടനും എല്ലാം ഇട്ട് സെറ്റാക്കിയിരിക്കുന്നത്. ഇതിനിടയിൽ കൂടെ ഞാൻ എങ്ങനെ പെടലി കടത്തും, എങ്ങനെ ഇതിനകത്തൂടെ ഈ സ്റ്റാറും ഇതെല്ലാം ഇവിടെ വർഷങ്ങളായിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കുന്ന ഈ TV സ്റ്റാൻഡ് ഇതിങ്ങനെ തള്ളാനോ ഞെക്കാനോ ഉന്താനോ പറ്റുന്നതല്ല. ഞാൻ തിരുമ്മിയിട്ട് വന്നിരിക്കുന്ന ഞാൻ അതിനിടയിൽ കൂടെ കർട്ടനിടയിൽ കൂടെ നോക്കി ആരാന്ന് കണ്ടു എന്ന് നല്ല വ്യക്തമായിട്ട് എൻ്റെ മരുമോൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് കർട്ടനിലൂടെ നോക്കി ഞാൻ ആദ്യം തന്നെ കട്ട മാറ്റി നോക്കി. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കട്ട ഫുൾ മാറ്റിയിട്ടു. ഒരു തുള്ളി പോലും അത്ര കാണുന്നു. എന്തോ ചെയ്യുന്നതെന്ന് പോലും നമുക്കൊന്നും മനസ്സിലായി. കണ്ടല്ലോ, ആ ഒരു അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുത്തത് ഈ പറയുന്ന ഈ ഒരു പയ്യൻ തന്നെയാണ്. എന്തിനാടെ സ്വന്തം ഭാര്യയും കൂടെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് വന്നിരുന്നിട്ട് സ്വന്തം അമ്മയെ വന്നിരുന്ന് കുറ്റം പറയുവാണ്. കഷ്ടം തോന്നുന്നു കേട്ടോ. കാര്യം എന്തു ശരിക്കും പറഞ്ഞാൽ ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ ഇടയിൽ ശരിക്കും സംഭവിക്കുന്നത് കുറച്ച് നാളായിട്ടുള്ളൊരു സംഭവമാണ്. കുടുംബ പ്രശ്നങ്ങൾ എടുത്തു വെച്ച് ചർച്ച ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുക. അതായത് ലിറ്ററലി സത്യം പറയാലോ ആൾക്കാരെ പറ്റിക്കുന്ന പരിപാടിയാണ്. ഈ പ്രവീണിന്റെയൊക്കെ കേസിൽ എന്തൊക്കെ പ്രഹസനമായിരുന്നു നിങ്ങൾ നോക്കണം. ആ പ്രവീണിന്റെയൊക്കെ ഇപ്പൊ വിഷയങ്ങൾ ഒരുപാട് വീഡിയോസ് റെക്കമെൻഡേഷൻ വരുന്നുണ്ട്. പണ്ട് എന്തൊക്കെയാണ് കാണിക്കുന്നത്, അത് 2 മാസം മുന്നേക്ക് എന്ത് അടിപൊളിയായിട്ട് ഇവരെ ആൾക്കാരുടെ മുന്നിൽ വന്നിരുന്ന് അഭിനയിക്കുന്നത്. ഓരോ കാര്യങ്ങൾ ഇവരുടെ Q&A ക്വസ്റ്റ്യൻസ് ആയാലും പല വിഷയങ്ങൾ എടുത്ത് നോക്കിയാലും. അപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെയാണ് സത്യം പറഞ്ഞ വിഡ്ഢികൾ. അതായത് ഇവരെയൊക്കെ ഭയങ്കര അങ്ങ് വീട്ടിലെ അംഗത്തെ പോലെയൊക്കെ സ്നേഹിച്ച് കൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാർ.
നിങ്ങളെയൊക്കെ സത്യം പറഞ്ഞ ഈ ടീമുകളെല്ലാവരും മൂഞ്ചിക്കുവാണ്. അത് ആദ്യമേ മനസ്സിലാക്കുക. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ഒരു മഹാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാനെല്ലാം അവസാനിപ്പിക്കുവാണ്, ഞാൻ ഇനി ഈ വിഷയത്തിൽ കൂടുതൽ എനിക്കൊന്നും സംസാരിക്കാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് 1 മണിക്കൂർ വന്നിരുന്ന് എന്തൊക്കെയോ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ഞാനിവിടെ വയ്ക്കാം. എന്റെ ഒരു നിസ്സഹായാവസ്ഥയാണ് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുക എന്നൊരു അവസ്ഥയിലോട്ട് ഞാൻ എത്തിപ്പെട്ടതാണ്. അത് പലരും മനസ്സിലാക്കാതെ ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. ഞാൻ ഒരിക്കലും ഇതിനൊന്നും തുടക്കം കുറിച്ച ആൾ ഞാനല്ല. ഞാൻ അതിന് ബാധ്യസ്ഥനായി പോയതാണ്. ജീവിക്കണം, മുന്നോട്ട് ജീവിക്കണം. ആ സമയം ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി. അതിനെയും നമുക്ക് മുന്നോട്ട് ജീവിക്കണം. നമുക്ക് ജീവിതം പാഴാക്കി കളയാൻ പറ്റുകയില്ല. അതുകൊണ്ട് മുന്നോട്ട് നമുക്ക് പല കാര്യങ്ങളും പലപ്പോഴും സംസാരിക്കേണ്ട സാഹചര്യങ്ങൾ നമ്മളെ തുറപ്പിച്ച് സംസാരിപ്പിക്കേണ്ട, നമ്മൾ സംസാരിക്കില്ല എന്ന് വിചാരിച്ച് പലരോടും പറഞ്ഞ കാര്യങ്ങളൊക്കെ പലരും വന്ന് കമന്റുകളൊക്കെ ഇട്ട സാഹചര്യത്തിൽ പിന്നീട് എനിക്ക് സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ വന്നു. ഇന്ന് ഒരുപാട് റിയാക്ടേഴ്സും കാര്യങ്ങളൊക്കെ തുടക്കം മുതലേ ഉള്ളതാണ്. നമ്മൾ സംസാരിക്കുമ്പോഴേക്ക് അറ്റവും മൂല്യം, അതായത് അറിയാത്തവർ തുടക്കം മുതൽ കാണുന്നവർക്ക് നമ്മുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏകദേശമൊക്കെ അറിയാം. ഞാൻ പറയുന്നതിനകത്തുള്ള സത്യസന്ധതയോ അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം ഇടണം എന്ന് വെച്ചതല്ല, എൻ്റെ നിസ്സഹായ അവസ്ഥയാണ് എന്നൊക്കെയുള്ള രീതി. എടോ, എന്ത് തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അമ്മയും അച്ഛൻ്റെ വീഡിയോസൊക്കെ എടുത്തു വിടുക, അതുകൊണ്ടൊന്ന് പബ്ലിക്കിൽ കാണിക്കുക, ഭാര്യയെ വിളിച്ചുകൊണ്ട് വന്നിരുന്ന് കുറ്റം പറയുക, ഇതൊന്നും അത്ര ശരിയുള്ളൊരു പരിപാടിയല്ല. അത് മാത്രം നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾ തമ്മിലുള്ള ഇടയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കുക. ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ല അതിന് ഏറ്റവും വലിയൊരു പരിഹാരം. ഇതിനകത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പരിഹാരമാണ് കിട്ടുന്നത്, എന്ത് ഗുണമാണ് കിട്ടുന്നത്? ഇതിൽ നിന്ന് കാശ് ഉണ്ടാക്കുന്ന തന്നെ പരിപാടിയല്ലേ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിൽ നിന്ന് കാശ് തന്നെയാണ് കിട്ടുന്നത്. അത് നിങ്ങൾക്ക് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വീണ്ടും ഈ ഒരു സാധനങ്ങളൊക്കെ കുത്തിപ്പൊക്കി വന്നിരുന്ന് സംസാരിക്കുന്നത്. കാര്യം ഇവരുടെ വീഡിയോസ് ഒന്നും കാണാൻ പറ്റത്തില്ല. ഒരുപാട് ലെങ്തി വീഡിയോസ്, അതിനകത്തിരുന്ന് എന്തൊക്കെയോ വന്നിരുന്ന് വിളിച്ച് പറയുവാണ്, അവിഹിത കഥകൾ പറയുന്നു, എന്തൊക്കെയാണ് വന്നിരുന്ന് സംസാരിക്കുന്നത്. ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെ. എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.